കഞ്ഞി കുടിക്കാൻ പോവാ. കഞ്ഞി കുടിക്കാൻ പോയതാണ്. പക്ഷെ ഞാൻ കഞ്ഞി കുടിച്ചില്ല, ഞാൻ കറി മാത്രം വാങ്ങിച്ച് കഴിച്ചിട്ട് പോകുന്നു. ഇവിടെയാണ് വന്നത്. ഓക്കെ, നമ്മുടെ വസ്തുവിനെ കുറിച്ചും വകയെക്കുറിച്ചും ഒക്കെ കഥകളുണ്ടാക്കും. ഒരു സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന അവന് ഭയങ്കര രോഗമാണ്. അവൻ സൽപ്പകവല്ലി എന്ന് പറയുന്ന അവിടെ വീട്ടിലാണ് വന്നേക്കുന്നത്, മലപ്പുറത്തു നിന്ന്. അവൻ നമ്മളുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാനായിട്ട് നടക്കും. ഇവൻ ആരാന്നറിയത്തില്ല, ആരെ ഇവൻ ഇത്ര വലിയ ഇത് കൊടുക്കുന്നതെന്ന് അറിയത്തില്ല. ഇവൻ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ, ഇവൻ നമ്മുടെ വീടിൻ്റെ മുന്നിൽ കൂടാണ് ഇവൻ്റെ വഴി. ഇവൻ അതുവഴി നടന്നേച്ച് ഇവനങ്ങ് ഡ്രാമ ഉണ്ടാക്കും. ഒരു മാസ്കൊക്കെ വെച്ച്, ലോകത്താരും മാസ്ക് വെച്ച് നടക്കുന്നില്ല, ഇവൻ മാത്രമല്ല ഇപ്പം മാസ്ക് വെച്ച് നടക്കുന്നത്. എന്നിട്ടങ്ങ് കഥകളുണ്ടാക്കുക. ഭയങ്കര രോഗം അവന്. എൻ്റെ വസ്തുവും വകയൊന്നും വിൽക്കാനല്ല. പറഞ്ഞു കഴിഞ്ഞു 146 സെൻറ്റ് സ്ഥലം ഭരണിക്കാവ് വില്ലേജിൽ 1 സെൻറ്റും വിൽക്കാനല്ല. അതുപോലെ എൻ്റെ അമ്മ അങ്ങ് എഴുതി കൊടുത്തു എന്നൊക്കെ കഥകളുണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോൾ എൻ്റെ അമ്മയുടെ പറയുന്നതൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. എൻ്റെ അമ്മ പറയുന്നുണ്ട്, എൻ്റെ അമ്മയ്ക്കൊരു അച്ഛനേ ഉള്ളല്ലോ, പല അച്ഛനില്ല. അത് തന്നെയല്ല, കൊടുക്കാനും പറ്റത്തില്ല. കാരണം ഇത് സെറ്റിൽമെൻറ്റ് ഡീഡിൽ കൂടെയാണ് അത് തന്നിരിക്കുന്നത്. അവൾക്ക് കൊടുത്തതാണ് അവിടെ ഇതെല്ലാം. പക്ഷേ അല്ലാതെ ഇനി അവൾക്ക് കൊടുക്കാനൊന്നുമില്ല. മനസ്സിലായില്ലേ? നമ്മുടെ ഇതിനങ്ങ് നടക്കുകയാണിങ്ങനെ. എന്നെക്കാട്ടി കൂടുതൽ സെൻറ്റ് അവൾക്കാണ് ഉള്ളത്. അതുപോലെ ആളുകൾക്കൊക്കെ അറിയാം, അവിടെ എല്ലാവരും പറയുന്നത് തേക്കിൻ്റെ വിലയില്ലെന്ന് ഇവിടുത്തെ തന്നെ. പിന്നെ അങ്ങ് നടക്കുക നമ്മുടെ സ്വത്തടിക്കാൻ നടക്കുകയാണ് ഇങ്ങനെ കുറേ എണ്ണം. അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ലാന്ന്. അങ്ങനെയൊന്നും കഥകളൊന്നും ആരും ഉണ്ടാക്കണ്ട. എൻ്റെ അമ്മ കാലശേഷമാണ് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് എഴുതിയൊന്നും കൊടുക്കാനുള്ള ഒരു അധികാരവും ഇല്ല. മനസ്സിലായില്ലേ? അവൾ ജയിലിൽ കിടക്കും കൂടുതൽ ഇതാക്കിയാൽ. നമ്മളിതൊന്നും അറിഞ്ഞിട്ടുമില്ല. എൻ്റെ അമ്മ അങ്ങോട്ട് കൊടുക്കത്തുമില്ല. എൻ്റെ അമ്മ തൃശ്ശൂർ പോയത് ശരിയാണ്, അവരുടെ മോളുടെ അടുക്ക പോയതാണ്, അല്ലാതെ 10 എഴുതി കൊടുക്കാനും പിടിക്കാനൊന്നും പോയതല്ല. ഈ കറി മാത്രം, എനിക്ക് കഞ്ഞി വേണ്ട. അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ്. തന്നെ തോടെത്തി. ഇപ്പോൾ 1:43, 18 മാർച്ച് ഇന്ന്. നമ്മുടെ കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ ഇതാക്കുക, നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ സംസാരിക്കുക, ഇതൊന്നും അലൗഡായിട്ടുള്ള കാര്യങ്ങളല്ല നിയമത്തിൻ്റെ ഇതിൽ. നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്, അല്ലാതെ ഇവനൊന്നും വിചാരിക്കുന്നതൊന്നുമല്ല. നമ്മുടെ സ്വത്തിനെക്കുറിച്ചൊന്നും ഇവനൊന്നും പറയേണ്ട കാര്യമില്ല. ഇവനൊന്നും പറയാനൊരു അധികാരം ഒട്ടില്ല താനും. മനസ്സിലായില്ലേ? നമ്മൾ ആരുടെയും സ്വത്തിൻ്റെ മുതലിൻ്റെ ഒന്നും കാര്യം പറയുന്നില്ല. ഇവന്മാരൊക്കെ നമ്മുടെ സ്വത്തിൻ്റെ മുതലിൻ്റെയൊക്കെ കാര്യം പറഞ്ഞ് ഡിസ്കസ് ചെയ്യുക, നമ്മുടെ ഭർത്താവാനായിട്ട് ചമഞ്ഞ് കിടക്കുക, ഒന്നും ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്താ സ്വാമി കമ്പിവടിയും എൻ്റെ കയ്യിൽ കിടക്കുന്ന കഥകളാണ് ഞാൻ പറയുന്നത്. നമ്മളാരെക്കുറിച്ചും കഥ പറയുന്നില്ല. കമ്പിവടിയും കൊണ്ട് വന്നു കഥകളുണ്ടാക്കുക. സ്വാമി കമ്പിവടിയും കൊണ്ട് വരാൻ നമ്മൾ ചോദിച്ചതാണ്. സ്വാമി കമ്പിവടിയും കൊണ്ട് വരാൻ ധൈര്യമുണ്ടോ? സ്വാമിക്ക് കമ്പിവടിയും കൊണ്ട് വരേണ്ട കാര്യമെന്തോ നമ്മുടെ വീട്ടിൽ? അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലെന്ന് പറഞ്ഞതാണ്. ഇങ്ങനെ കള്ളക്കഥകൾ ഉണ്ടാക്കുകയാണ് സുബ്രഹ്മണ്യന് ജോലി. സുബ്രഹ്മണ്യനാണ് നമ്മളെക്കുറിച്ച് കഥകളുണ്ടാക്കാൻ. സുബ്രഹ്മണ്യന് ഭയങ്കര രോഗം. സുബ്രഹ്മണ്യൻ കഥകളുണ്ടാക്കാൻ ആരാ ഇവൻ? നമ്മുടെ സ്വാമി ഭീഷണിപ്പെടും. നമ്മൾ രാവിലെ അങ്ങോട്ട് എന്നും പോകുന്ന പോലെ മന്ദിരത്തിൻ്റെ അവിടോട്ട് പോയതാണ്. അപ്പോഴത്തേക്കും സ്വാമി നമ്മളെ അങ്ങ് ഭീഷണിപ്പെടുത്തുന്നു. 8ൻ്റെ പണി തരും, മറ്റേത് ചെയ്ത് കളയും, മറിച്ചേത് ചെയ്ത് കളയും, എന്തൊക്കെയോ ചെയ്ത് കളയും. അതൊക്കെ
ഒത്തിരി നമ്മൾ കണ്ടതായത് ചെയ്ത് കളയുന്നൊക്കെ ഉള്ളത് ഒത്തിരി. അങ്ങനെ ചെയ്ത് കളയും, ഇങ്ങനെ ചെയ്ത് കളയും, അങ്ങനെ വഹിച്ച് കളയും, 8ൻ്റെ പണി തരും. അപ്പോൾ വലിയ ഇതാണ്, എന്തൊക്കെയോ അങ്ങ് നമ്മളെ ചെയ്ത് കളയുമെന്ന് ഒന്നും അറിയണ്ടായോ എന്തുവാ. നമ്മൾ കഞ്ഞിയൊന്നും വാങ്ങിച്ചില്ല ശരിക്കും. നമ്മൾ കറി അസ്ത്രവും മുതിരയും മാത്രം കഴിച്ചു, പിന്നെ തിരിച്ചു പോരുകയും ചെയ്തു. എൻ്റെ അമ്മയ്ക്കുള്ള കറി വാങ്ങിച്ചു. ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കുക കുറേ ക്രിമിനൽസ് കാരണം. നമ്മുടെ കാര്യങ്ങൾ നോട്ടാ ജോലി. ഇപ്പം കഞ്ഞി വാങ്ങിച്ചുകൊണ്ട് വരുവാണ്. ഇന്ന് 18 മാർച്ച്.